അശോകനെ പോലെ സമ്പൂർണനായ ഒരു കലാകാരനെ ആദരിക്കുമ്പോൾ ഡോംബിവില്ലിയുടെ ശിരസും ഒരു മസ്തകപ്പൊക്കത്തിലേക്ക് ഉയരുന്നുണ്ട് എന്ന് അഭിമാനത്തോടെ പറയട്ടെ. മലയാളികളുടെ പ്രിയ താരം ശ്രീ അശോകന് കേരളീയ സമാജം ഡോംബിവില്ലിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിലേക്ക്, വജ്രപ്രഭയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ഹലോ. പ്രിയമുള്ളവരെ, സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ ഗ്രൗണ്ടിന്റെ പ്രവേശന കവാടത്തിന് സമീപം നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് അവർക്കായി ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അശോകനെയല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാനാവാത്ത വിധം ആ ക്ഷുഭിത കൗമാരം അശോകനിൽ ഭദ്രമായിരുന്നു. അപ്പോ നീ സത്യം പറയില്ല? ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, കൊന്നെങ്കിൽ കൊന്നെന്ന് പറയും. അച്ഛനോട് രൂപ വാങ്ങിക്കാൻ നാടകയ്ക്കാൻ പോയില്ലേ? എന്നിട്ട് അവസാനം അച്ഛനെയും കാത്ത് ഗേറ്റിൽ നിന്ന് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ എന്ന ബാലവാലൻ എന്ന് പറയുന്ന ആളാ. അവിടെ അങ്ങോട്ട് പോയി, നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്നില്ലല്ലോ. അതങ്ങനെ ബസ് കിട്ടണ്ടേ? ശവങ്ങളുടെ ദുർഗന്ധം കുറയാൻ അകൽപ്പുക നല്ലതാണ്. പത്മരാജൻ, അടൂർ, ഭരതൻ തുടങ്ങി മലയാളത്തിന്റെ തലപ്പൊക്കമുള്ള നിരവധി സംവിധായകരോടൊപ്പം അശോകൻ പ്രവർത്തിച്ചു. നമ്മുടെ സ്ഥലക്കാര് ചില ചെക്കന്മാരെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് കയറാറുണ്ടേ. ചിലവനൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവരാരും കണ്ടാലിപ്പോ എന്താ? കണ്ടാ തീർന്നില്ലേ? പോയില്ലേ മാനം? എങ്ങനെ ഈ മാനം പോണേ? താനും എന്തൊട്ട് വർത്തനെ പറയണേ? ഓരോ പ്രശ്നവും കുടിച്ചാൽ മാനം പോവോ? അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരത്തിലെ അജയൻ, ഭരതൻ ടച്ചിൽ പിറന്ന അമരത്തിലെ രാഘവൻ എന്നിവ മലയാളിക്ക് മറക്കാനാവാത്ത കഥാപാത്രങ്ങളാണ്. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, യുവജനോത്സവം, തൂവാനത്തുമ്പികൾ, മൂന്നാം പക്കം, ഇൻ ഹരിഹർ നഗർ, വൈശാലി, ന്യൂഡൽഹി, ലാൽ സലാം തുടങ്ങി ഈയിടെ റിലീസ് ചെയ്ത എക്കോ എന്ന ചിത്രത്തിൽ ഉൾപ്പെടെ ഏതാണ്ട് 200ഓളം മലയാള ചിത്രങ്ങളിൽ പകർന്നാട്ടം നടത്തിയിട്ടുണ്ട് ഈ പ്രിയ കലാകാരൻ. എന്താണ് എന്റെ നെഞ്ചത്ത് വെട്ടുകൊള്ളണ? അല്ലല്ല, നീ ഇപ്പൊ ചൂടാന്ന് എന്തിനാ? നീ തന്നെയല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് ഒരു മോടിക്കളയാവോ? എടാ, അതൊരു ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. എത്ര പതിറ്റാണ്ട് നിന്നു എന്നതിലല്ല, തുടക്കം മുതൽ നാളിതുവരേക്കും അവതരിപ്പിക്കപ്പെട്ട കഥാപാത്രങ്ങൾ അത്രയും പ്രേക്ഷക മനസ്സുകളിൽ ആഴത്തിൽ ഓർമ്മപ്പെട്ടു കിടക്കുന്നു എന്നതാണ് അശോകൻ എന്ന പേരിലെ പുലിയടയാളം. വജ്രപ്രഭയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. അടുത്തതായി വേദിയിലേക്ക് ഡോംബിവില്ലി കേരളീയ സമാജത്തിന്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ രാജശേഖരൻ നായർ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആർട്സ് ആൻഡ് കൾച്ചറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ബാബു, ട്രഷറർ ശ്രീ മനോജ് കുമാർ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. GC അംഗങ്ങൾ ശ്രീമതി ശ്യാമള കെ നായർ, ശ്രീ ഗിരീഷ് കുമാർ നായർ, ശ്രീ ഉണ്ണി കെ നായർ, ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ,
ശ്രീ ശ്രീജേഷ് നായർ, ശ്രീ മുരളീധരൻ നായർ, ശ്രീ രാജേഷ് നായർ, ശ്രീ സന്തോഷ് കുമാർ ഉണ്ണിത്താൻ, ശ്രീ രഘുനാഥൻ വി കെ, ശ്രീ വർഗീസ് തോമസ്, ശ്രീ പ്രദീപ് കുമാർ ഇ വി, ശ്രീ സാബു പി വി, ശ്രീ ശശി പി എൻ, ശ്രീ അനു ജഗദീശ്വരാ നിന്റെ മുമ്പിൽ തൊഴുകയുമായി താനങ്ങൾ. ജഗദീശ്വരാ നിന്റെ മുമ്പിൽ തൊഴുകയുമായി താനങ്ങൾ. ഈ വിശ്വവേദിയിൽ നിന്റെ അനുഗ്രഹപ്പൂമഴ ചൊരിയണമേ. ഈ വിശ്വവേദിയിൽ നിന്റെ അനുഗ്രഹപ്പൂമഴ ചൊരിയണമേ. ജഗദീശ്വരാ നിന്റെ മുമ്പിൽ തൊഴുകയുമായി താനങ്ങൾ. ഈ മക്കളിൽ എന്നുമെന്നും നീതി സൂര്യനായി തെളിയൂ. ഈ മക്കളിൽ എന്നുമെന്നും നീതി സൂര്യനായി തെളിയൂ. തിന്മയകറ്റി നന്മ നിറയ്ക്കാൻ അഖിലേശ്വരാ നീ വരമേകണേ. തിന്മയകറ്റി നന്മ നിറയ്ക്കാൻ അഖിലേശ്വരാ നീ വരമേകണേ. ജഗദീശ്വരാ നിന്റെ മുന്നിൽ തൊഴുകയുമായി താനങ്ങൾ. ഈ വിശ്വവേദിയിൽ നിന്റെ അനുഗ്രഹപ്പൂമഴ ചൊരിയണമേ. കേരളീയ സമാജം ഡോംബിവിലിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ രാജശേഖരൻ നായർ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ അശോകൻ, ഡയസിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, വേദിയിലിരിക്കുന്ന സ്നേഹസമ്പന്നരായ നമ്മുടെ സമാജ അംഗങ്ങൾ, ഇന്ന് കേരളീയ സമാജം ഡോംബിവിലിയുടെ 75-ാം വർഷം, അതായത് പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ സമാപന ദിവസമാണ്. കഴിഞ്ഞ ഒരു വർഷമായി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വന്ന പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ്റെ സമാപന ദിനം. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ മുഖ്യാതിഥി ശ്രീ അശോകന് ഞാൻ കേരളീയ സമാജം ഡോംബിലിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് കേരളീയ സമാജം ഡോംബിവിലിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ ഇ പി വാസു അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പോപ്പുലർ ഫിലിം ആക്ടർ അശോകൻ, സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ നായർ, ചെയർമാൻ ശ്രീ വർഗീസ് ഡാനിയൽ, 1949 തുടക്കം കുറിക്കപ്പെട്ട കേരളീയ സമാജത്തിൻ്റെ ചരിത്രം, മലയാളി തൻ്റെ ഭാഷയും സംസ്കാരവും നിലനിർത്താൻ നടത്തിയ പരിശ്രമത്തിൻ്റെ ചരിത്രം കൂടിയാണ്. കേരളീയ സമാജം ഡോംബിവിലിയുടെ ആരാധ്യനായ ചെയർമാൻ ശ്രീ വർഗീസ് ഡാനിയൽ അവരെ. എല്ലാവർക്കും നമസ്കാരം. ബെസ്റ്റ് കോളേജ് അവാർഡ് ഫോർ അർബൻ ഏരിയ ഇൻ മുംബൈ യൂണിവേഴ്സിറ്റി. അതിൽ മലയാളികളായ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന് ബെസ്റ്റ് അവാർഡ് കിട്ടി എന്നുള്ളൊരു സന്തോഷം നമ്മൾ എല്ലാവരിലും ഉണ്ട്. നമ്മളെ എക്സ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള IIRBയുടെ ഡയറക്ടർ മിസ്റ്റർ ബീരേന്ദ്ര മഹേഷ്കർജി ഏകദേശം
60,000 സ്ക്വയർ ഫീറ്റ് സ്ഥലമുള്ള 7 നില കെട്ടിടത്തിൻ്റെ പൈസ മൊത്തം തന്നുകൊണ്ട് നമുക്ക് ആ കെട്ടിടം പൂർത്തീകരിക്കാനെ കൊണ്ട് സാധിച്ചു. പൂർവികർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രസ്ഥാനം 75 വർഷം കൊണ്ട് പല പല കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പ്രസ്ഥാനം മുമ്പോട്ട് വളർത്തിക്കൊണ്ട് പോകണം. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുമ്പോട്ട് നമുക്ക് പോകണം. ദയവ് ചെയ്ത് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ പോലും മനസ്സിലുദിച്ചാലും ഇത് പ്രാവർത്തികമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരരുത്. ഇത് പറയാനെ കൊണ്ട് കാരണം ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ഫേസ്ബുക്കിൽ മറ്റ് ചില കാര്യങ്ങൾ ചില ആൾക്കാർ അറിവോടോ അറിവുകൂടാതെ എഴുതുന്നുണ്ടായിരുന്നു. നമ്മുടെ മുമ്പിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, കേരളീ സമാജം. വി ആർ കേരളീസ്. ജയ് ഹിന്ദ്, ജയ് മഹാരാഷ്ട്ര, ജയ് കേരള. ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ കേരള സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എനിക്ക് മുമ്പ് സംസാരിച്ച ചെയർമാനും പ്രസിഡൻറ്റും സംസാരിക്കുകയുണ്ടായി. കേരളീയ സമാജത്തിൻ്റെ എന്താണോ ആദ്യം കേരളീയ സമാജം തുടങ്ങിയ ആ സമയത്ത് നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ടിരുന്നത് കലാപരമായ കാര്യങ്ങൾ വളർത്തിയെടുക്കുക, വിദ്യാഭ്യാസത്തിൽ പ്രാധാന്യം നൽകുക, ഈ 2 ലക്ഷ്യങ്ങളാണ് നമ്മളുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി ഇന്ന് ഈ സായാഹ്നത്തിൽ നമ്മുടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ശ്രീ അശോകൻ അവർകളെ കേരളീയ സമാജത്തിൻ്റെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്ന ചടങ്ങാണ്. അദ്ദേഹത്തെ വേദിയിൽ ആദരിക്കുന്നതിന് പ്രസിഡന്റ് ശ്രീ പി വാസു, വൈസ് പ്രസിഡന്റ് ശ്രീ MP സുരേന്ദ്രൻ, ചെയർമാൻ ശ്രീ വർഗീസ് ഡാനിയൽ എന്നിവരോട് അഭ്യർത്ഥിക്കുന്നു. രാജീവ് കുമാർ അവർകളോട് അഭ്യർത്ഥിക്കുന്നു. നമ്മളിൽ അധികം പേർക്ക് അറിയാത്തൊരു കാര്യം കൂടിയുണ്ട്. ശ്രീജ മാം മലയാളത്തിൻ്റെ അഭിമാനമായ പത്മരാജൻ സാറിൻ്റെ ഒരു കുടുംബാംഗം കൂടിയാണ്. ശങ്കരനായ അഭിനേതാവ് ശ്രീ അശോകൻ അവർകളെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. എന്നെ അതിഥിയായിട്ട് വിളിച്ചൊക്കെ വളരെ 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 സന്തോഷമുണ്ട്. എല്ലാവർക്കും നിങ്ങളോടെല്ലാം ഞാൻ സന്തോഷം പങ്കുവെക്കുകയാണ്. ഇനിയും ധാരാളം നമ്മുടെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് പ്രോഗ്രാമുണ്ട്. ഞാൻ ഇനി അതുപോലെ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം, എൻ്റെ അറിവും ഒക്കെ ഞാനിവിടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് എപ്പോഴും ആ ഈ ഒരു ധാരണ മനസ്സിൽ തന്നെ ഉണ്ടാവും. അത് എൻ്റെ പല ധാരണകളും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ സംഘടനയൊന്നുമല്ല എന്ന് എന്നോടിവിടെ രാജീവ് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെറിയ സംഘടന ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അത് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ 50 വർഷം 75 വർഷം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സംഘടന ഒരിക്കലും ആകില്ലല്ലേ. പക്ഷേ 75 വർഷവും 100 വർഷമായ സംഘടനകൾ ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ അതൊരു പലതിനും ഇത്രയും പേരുണ്ടാവണമെന്നില്ല. വളരെ വളരെ എൻ്റെ സന്തോഷം പറഞ്ഞുകൊണ്ട് ഇതിന് ഈ കേരളീയ സമാജം ഡോംബിവിലി എല്ലാവിധ ഇനിയും ഓരോരോ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആർട്സ് ആൻഡ് കൾച്ചറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ബാബു അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മഹാസംഗമം ഇത്രയും ഭംഗിയായി നടപ്പിലാക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നത് എൻ്റെ കടമയാണ്. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം അവസാനിച്ചതായി ഔപചാരികമായി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
in. I volunteered. Yes, Captain, yes! Good! ലാലേട്ടന്റെ പടത്തിലൊരു പാട്ട് പാടാൻ പറ്റിയത്. നമ്മോടൊപ്പം അൻവർ സാദർ പ്ലേബാക്ക് സിംഗർ. जिंदगी माशे छड़ो अंसिया